കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കഥകൾ പറയുന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പറയിപ്പറ്റ പന്തിരകുലം പിതാവായ വരരുചിയാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ ഉളിയന്നൂരിലെ ഒരു തച്ചൻ എടുത്തു വളർത്തിയെന്നും ഇദ്ദേഹമാണ് തച്ചുശാസ്ത്രത്തിലും വാസ്തുശാസ്ത്രത്തിലും അതിവിദഗ്ധനായിരുന്ന ഉളിയന്നൂർ പെരുന്തച്ചൻ എന്നുമാണ് ഐതിഹ്യം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ക്ഷേത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം. ഉളിയന്നൂർ പെരുന്തച്ചൻ ധാരാളം അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതായി ഐതിഹ്യകഥകൾ പറയുന്നു. സ്വദേശത്തു തന്നെ ഒരു ക്ഷേത്രത്തിലെ ഉപയോഗത്തിലേക്കായി അവിടുത്തെ ഊരാൺമക്കാർ പറഞ്ഞിട്ട് ഒരു കുളം പെരുന്തച്ചൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുളം കുഴിച്ച് കല്ല് കെട്ടി തുടങ്ങിയപ്പോൾ ഊരാൺമക്കാരിൽ ചിലർ കുളം നീളത്തിലിരിക്കണമെന്നും ചിലർ ചതുരത്തിൽ വേണമെന്നും മറ്റു ചിലർ വട്ടത്തിൽ വേണമെന്നും മറ്റും തർക്കമായി. അപ്പോൾ പെരുന്തച്ചൻ, നിങ്ങളാരും വഴക്കു പിടിക്കേണ്ട, എല്ലാവരുടെയും ഇഷ്ടപ്രകാരം കുളം വട്ടത്തിൽ നീളത്തിൽ സമചതുരമായി ത്രികോണായിട്ട് കോഴിമുട്ട ഭാഷയിൽ ഉണ്ടാക്കിയേക്കാം, എന്നാൽ പോരെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുളവും കെട്ടിത്തീർത്തു. ആ കുളത്തിൻ്റെ ഓരോരോ ഭാഗത്തു നിന്ന് നോക്കിയാൽ പെരുന്തച്ചൻ പറഞ്ഞതുപോലെ ഒക്കെയും തോന്നും. കുളത്തിലിറങ്ങിയാൽ ആർക്കും കിഴക്ക് പടിഞ്ഞാറ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ബ്രാഹ്മണർ ആ കുളത്തിൽ കുളിച്ച് നിത്യകർമ്മം കഴിക്കാറില്ല. പെരുന്തച്ചന് അതിദിവ്യനായ ഒരു പുത്രനും ഉണ്ടായിരുന്നു. ഈ കുളം പെരുന്തച്ചൻ കുഴിച്ചപ്പോൾ മകൻ പുഴ കടന്ന് ഈ കുളത്തിലേക്ക് വല്ലവരും പോകുമോ എന്ന് ചോദിച്ചു. അന്ന് കുളം ക്ഷേത്രത്തിനടുത്തും പുഴ വളരെ അകന്നും ആയതിനാൽ ഇതെന്താടാ ഈ ഭ്രാന്ത് പറയുന്നത്, പുഴ എത്ര ദൂരെ കിടക്കുന്നു എന്ന് പെരുന്തച്ചൻ പറഞ്ഞു. ആട്ടെ കാണാം എന്ന് മകനും പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദൂരെ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന നദി കുത്തിയൊലിച്ച് അമ്പലത്തിൻ്റെയും കുളത്തിൻ്റെയും മധ്യേ ഒഴുകി തുടങ്ങി. അപ്പോൾ അമ്പലം ഇക്കരയും കുളം അക്കരയുമായി തീർന്നു. പിന്നെ പെരുന്തച്ചൻ ഒരു നദിയിൽ ഒരു പാലം പണിതു. അതിനും കുറേ ദിവ്യത്വമുണ്ട്. പാലത്തിൻ്റെ ഒരറ്റത്ത് ഒരു പാവയുണ്ട്. മറ്റേ അറ്റത്ത് ആൾ കയറുമ്പോൾ പാവ കീഴ്പോട്ട് താണു തുടങ്ങും. ആൾ പാലത്തിൻ്റെ മധ്യത്തിലാകുമ്പോൾ പാവ വെള്ളത്തിൽ മുങ്ങും. അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോഴേക്കും പാവ വായിൽ നിറച്ച് വെള്ളവും കൊണ്ട് പൂർവ്വസ്ഥിതിയിൽ മുകളിൽ വന്ന് നിൽക്കും. ആൾ അടുത്ത് ചെല്ലുമ്പോൾ ചെല്ലുന്ന ആളുടെ മുഖത്ത് ഒരു തുപ്പും കൊടുക്കും. ഇങ്ങനെയാണ് അതിൻ്റെ സൂത്രം. ഇത് പെരുന്തച്ചൻ്റെ മകൻ കണ്ടിട്ട് വേറൊരു പാവയെ ഉണ്ടാക്കി പാലത്തിൻ്റെ ഇങ്ങേ അറ്റത്തും വെച്ചു. ആ പാവ പാലത്തിന്മേൽ ആള് കയറുമ്പോൾ മുമ്പേ നടന്നു തുടങ്ങും. ആളുകൾ അങ്ങേ അറ്റത്ത് ചെല്ലുന്നതിന് മുമ്പേ അവിടെ എത്തും. മറ്റേ പാവ തുപ്പുന്നതിന് മുമ്പേ അതിൻ്റെ ചെകിട്ടത്ത് ഈ പാവ ഒരടി വെച്ചു കൊടുക്കും. അപ്പോൾ ആ തുപ്പുന്ന പാവയുടെ മുഖം തിരിഞ്ഞു പോകുന്നതിനാൽ ആരുടെയും മുഖത്ത് തുപ്പാൻ ഒക്കാതെയുമായി. പെരുന്തച്ചൻ ഒരിക്കൽ ഒരു വഴിയാത്ര പോകുമ്പോൾ ഒരു ദിക്കിൽ ചില ആശാരിമാർ കൂടി ഒരമ്പലം പണിയുന്നത് കണ്ട് അവിടെ ചെന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആശാരിമാരും പെരുന്തച്ചനെ ബഹുമാനിക്കുകയും കണ്ടതായി നടിക്കുക പോലും ചെയ്തില്ല. അവർക്ക് ഊണുകാലമായപ്പോൾ പെരുന്തച്ചനെ വിളിക്കാതെ പോവുകയും ചെയ്തു. ഉടനെ ശ്രീകോവിലിനുള്ള കഴുക്കോലിൻ്റെ അറ്റത്തൊക്കെ ഓരോ വര കൂടി വരച്ചു വെച്ച് പെരുന്തച്ചനും പോയി. ആശാരിമാർ ഊണ് കഴിഞ്ഞ് വന്ന് പണി തുടങ്ങി. പെരുന്തച്ചൻ വരച്ച വര അവിടുത്തെ കണക്കാശാരി വരച്ചതാണെന്ന് വിചാരിച്ച് അവിടെ വച്ച് മുറിച്ച് കഴുക്കോലെല്ലാം പണിതു തീർത്തു. കൂട്ടുകയറ്റിയപ്പോൾ കഴുക്കോലിന് നീളം പോരായികയാൽ കൂടം പിടിക്കയില്ല. കണക്കനും പണിക്കാരനും കൂടി പഠിച്ച വിദ്യയെല്ലാം എടുത്തിട്ടും കൂടം പിടിച്ചില്ല. ഈ അബദ്ധം എങ്ങനെ വന്നു എന്നറിയാതെ എല്ലാവരും വളരെ വ്യസനിച്ചു. ഒടുക്കം കഴുക്കോലുകൾ മാറ്റണമെന്നു തന്നെ തീർച്ചപ്പെടുത്തി. ശ്രീകോവിലിൻ്റെ കൂട്ടുകയറ്റിയ വിധത്തിൽ തന്നെ കൂടം പിടിക്കാതെ ആ നിലയിൽ വെച്ച് തന്നെ വേറെ പണികൾ തുടങ്ങി. പെരുന്തച്ചൻ പോയി ആരും അറിയാതെ കുറേ കടുംതുടികൾ ഉണ്ടാക്കിക്കൊണ്ട് പുറപ്പെട്ടു. യാത്രയായപ്പോൾ എങ്ങോട്ടാ യാത്ര എന്ന് മകൻ ചോദിച്ചു. ഒന്നും മിണ്ടാതെ പെരുന്തച്ചൻ പോയി. പിന്നാലെ മകനും പുറപ്പെട്ടു. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഈ അമ്പലം പണിയുന്ന സ്ഥലത്ത് വന്നു. അപ്പോൾ ആശാരിമാരെല്ലാം ഉണ്ണാൻ പോയിരിക്കുകയായിരുന്നു. അവിടെ ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ പെരുന്തച്ചൻ ശ്രീകോവിലിന് മുകളിൽ കയറി ഈ കടുംതുടികളെല്ലാം വെച്ചിണക്കി ഒരടി കൊടുത്തു. പെട്ടെന്ന് കൂടം പിടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മകനും അവിടെ എത്തി. ഉടനെ പെരുന്തച്ചൻ, കണ്ടോടാ മകനെ കൂടം പിടിച്ചത് എന്ന് ചോദിച്ചു. ഓഹോ, കാണുകയും ചെയ്തു പഠിക്കുകയും ചെയ്തു എന്ന് മകൻ ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പല വിധത്തിലും മകൻ അസാമാന്യനാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ ആദ്യ പുത്രനാണെങ്കിലും പെരുന്തച്ചൻ അവനെക്കുറിച്ച് സഹിക്കവയ്യാതെയുള്ള അസൂയയും വൈരവും ഉണ്ടായി. ഇവൻ ജീവിച്ചിരുന്നാൽ തൻ്റെ യശസ്സിന് ഹാനി ഭവിക്കുമെന്നും അതിനാൽ ഏതുവിധവും ഇവൻ്റെ കഥ കഴിക്കണമെന്നും പെരുന്തച്ചൻ തീർച്ചയായി മനസ്സിൽ ഉറപ്പിച്ചു.
കൂടം പിടിച്ച ശബ്ദം കേട്ട് ആശാരിമാരെല്ലാം ഓടി വന്ന് നോക്കിയപ്പോൾ കൂടം പിടിച്ചിരിക്കുന്നതായി കണ്ടു. അപ്പോൾ ഇതെല്ലാം പെരുന്തച്ഛൻ്റെ കൗശലങ്ങളാണെന്ന് മനസ്സിലാവുകയാൽ ആശാരിമാരെല്ലാം പെരുന്തച്ഛനെയും മകനെയും വന്ദിച്ച് ബഹുമാനിച്ചു. അന്നു മുതൽ പെരുന്തച്ഛനെയും മകനെയും കൂടി പണിക്ക് പ്രധാനന്മാരായി ചേർക്കുകയും അവർ കൂടി പണി തുടങ്ങുകയും ചെയ്തു. അക്കാലം മുതൽ ആശാരിമാർ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മറ്റാശാരിമാർ വന്നാൽ അവർക്ക് കൂടി ചോറ് കൊടുക്കാതെ ഇവർ ഉണ്ണുകയില്ലെന്ന് ഒരേർപ്പാടും വെച്ചു. പിന്നെ അവിടെ പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത് പെരുന്തച്ഛൻ അമ്പലത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് താഴെ കുനിഞ്ഞിരുന്ന് പണിയുന്ന മകൻ്റെ കഴുത്തിലേക്ക് ഒരു വലിയ ഉളി കൈമോശം വന്നുപോയി എന്ന ഭാവത്തിൽ ഇട്ടു. ഉളി വന്ന് വീണ് കഴുത്ത് രണ്ടായി മുറിഞ്ഞ് മകൻ മരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് തിരുവല്ലയിൽ വെച്ചാണെന്നാണ് ഐതിഹ്യ കഥകൾ പറയുന്നത്.